സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വെറും ഡാൻഡ്രഫ് താരൻ മാത്രമൊന്നുമല്ല കേട്ടോ. തലയൊട്ടിയില് വെളുത്ത പൊടി പോലുള്ള കട്ടിയോട് കൂടിയുള്ള സ്കെയിലിംഗ്, തലയിൽ ചൊറിച്ചില്, ചൊറിയുമ്പോ അമിതമായിട്ട് കലശലായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന വഴിയാണ് നിങ്ങൾ ചൊറിയുന്നത്. ചില സമയത്തൊക്കെ രക്തം പൊടിഞ്ഞു വരുന്നു, അതിനുശേഷം പിന്നീട് മുടി കൊഴിഞ്ഞു വരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് സാധാരണ താരനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എണ്ണകളും ഷാമ്പുകളും ഒക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ചു വരുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്കാൽപ് സോറിയാസിസ് ആണെങ്കിൽ ആ സ്കെയിലിംഗ് അതിങ്ങനെ പീൽ ചെയ്ത് പൊളിച്ച് പൊളിച്ച് കളയുന്നത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താ പറയാം, അതായത് സ്കാൽപ് സോറിയാസിസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ മുടി കൊഴിച്ചില് അത് വെറും ടെമ്പററി മാത്രമാവാനായിട്ടാണ് സാധ്യത. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കഷണ്ടി ബാധിച്ചോളണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഈ പൊളിച്ചു കളയുന്ന ചൊറിഞ്ഞ് തലയോട്ടിയിലെ സ്കിന്ന് പൊളിച്ചു കളയുന്ന പരിപാടി നിർത്തണം. തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ നീർക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ചൊറിച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ആ ചൊറിയുന്ന വഴി നിങ്ങൾ ആ ടിഷ്യൂസിനെ, ആ കോശങ്ങള്, ചിലപ്പോ ആ മുടിയുടെ ഹെയർ റൂട്ടിനെയൊക്കെ വരെ പറിച്ചു കളയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാ. ഇത് ചിലപ്പോ സ്ഥിരമായിട്ട് കഷണ്ടി ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തല ചൊറിയുന്നതും ആ തൊലി പൊളിച്ചു കളയുന്നതും നിർത്തേണ്ടതാണ്. നിങ്ങൾ ചൊറിഞ്ഞ് തൊലി പൊളിച്ചു കളയുന്ന ആ പരിപാടി നിർത്തിയാൽ തന്നെ മുടി വീണ്ടും വളരാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയില് നമുക്ക് ആയുർവേദം ഈ രോഗാവസ്ഥയെ എങ്ങനെയാണ് കാണുന്നത്, ഏത് രീതിയിലൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്, നിങ്ങൾ ജീവിതത്തിലും ഭക്ഷണരീതികളിലും വരുത്തേണ്ടതായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇത് പരക്കുന്നത് തടയാം, ഏത് രീതിയിലൊക്കെ നിയന്ത്രിച്ചു നിർത്താം, ഭക്ഷണങ്ങളിലും ജീവിത രീതികളിലും ഒക്കെ എന്തൊക്കെ സംഗതികളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കിയിരിക്കേണ്ടത്, അത് നമുക്ക് മനസ്സിലാക്കണം. എന്തൊക്കെ മെഡിസിൻസ് ആണ് സാധാരണയായിട്ട് ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്, അതായത് നിങ്ങളുടെ തലയോട്ടിയിലുള്ള ചർമ്മത്തിന് ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത്, ഹെയർ ഫോള്, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നിയന്ത്രിക്കാനായിട്ട് എന്തെന്ത് സംഗതികളൊക്കെയാണ് നിങ്ങൾ ശീലിക്കേണ്ടത്, ഇതൊക്കെ തന്നെ അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും ആധുനിക ശാസ്ത്രം അനുസരിച്ചുള്ള ചിന്താഗതികളും വളരെ വിശദമായിട്ട് ചുരുക്കി വിവരിക്കാം ഇന്നത്തെ വീഡിയോയില്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവിയർ. പതിപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയോട് മാറ്റിത്തരാം. തലയിൽ ചൊറിച്ചിലും തൊലി പൊളിഞ്ഞു പോകുന്നതും എല്ലാവർക്കും എപ്പോഴും അത് സോറിയാസിസ് അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. താരനില് ഇതിങ്ങനെ ലൂസ് ഫ്ലേക്സ്, അതായത് ഇങ്ങനെ പൊടി പൊടി പോലെ അല്ലെങ്കിൽ പൊടി വിതറിയ പോലെ ഇളകി വരുന്നതായിരിക്കും. കട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല എന്നർത്ഥം. സോറിയാസിസില് ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന ചർമ്മം ഒരു സിൽവറിഷ് വെള്ളി പോലത്തെ ഒരു തിളക്കം അനുഭവപ്പെടാം. അതുപോലെ കട്ടിയുള്ളതായിരിക്കും, പൊളിഞ്ഞു വരുന്നതായിരിക്കും, കലശലായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടും. പൊളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് രക്തം പൊടിഞ്ഞു വരാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കലശലായിട്ട് ചൊറിയുന്ന വഴി സ്കാൽപ്പില്, തലയോട്ടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചുവപ്പ് നിറം വ്യാപിച്ചേക്കാം. ഇതൊക്കെയാണ് സ്കാൽപ് സോറിയാസിസിന്റെ ഒരു പൊതുവായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ. ഇത് പലർക്കും തലയോട്ടിയിൽ തുടങ്ങാം, ഇനി അതല്ലെങ്കിൽ നെറ്റി തടത്തിൽ തുടങ്ങാം, ഈ മുടിയുടെ ഹെയർ ലൈനിങ്ങിലേക്ക് വ്യാപിക്കാം. ചില സമയത്ത് ചെവിയുടെ പുറകിലേക്കും കഴുത്തിലേക്കും ഒക്കെ ഇറങ്ങി വരാറുണ്ട്. ഇത് സോറിയാസിസ് ആണെങ്കിൽ അത് പരക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ. ചിലർക്ക് ഇത് തലയോട്ടി മുഴുവൻ വ്യാപിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിലെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ഇത് സ്വയമേവ ഡയഗ്നോസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് വ്യത്യസ്ത ലക്ഷണങ്ങളിലൂടെ ഇത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം കൃത്യമായിട്ടുള്ള ചികിത്സകളും ഭക്ഷണ രീതികളും നിശ്ചയിക്കാനായിട്ട്. ഇത് സ്കാൽപ് സോറിയാസിസ് ആണോ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ, ഇനി അതല്ലെങ്കിൽ സാധാരണ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ, ഇനി അതുമല്ലെങ്കിൽ തലയോട്ടിയിലെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന മറ്റെന്തെങ്കിലും സ്കിൻ ഡിസീസ് ആണോ, ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചൊറിഞ്ഞ് തൊലി പൊളിച്ചെടുക്കുമ്പോൾ അതൊന്ന് ചലവോ രക്തവോ വരുന്നുണ്ടെങ്കിൽ, ചൊറിഞ്ഞ് തൊലി പൊളിഞ്ഞതിന് ശേഷം കലശലായിട്ടുള്ള കഠിനമായിട്ടുള്ള സിവിയർ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ ബ്ലീഡിംഗ് തുടർച്ചയായിട്ടുണ്ടാകുന്നു, നിങ്ങൾ ഈ ചൊറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബ്ലീഡിംഗ് ഉണ്ടാവുന്നു, ചെറുതായിട്ട് നേരിയ തോതിൽ സ്ഥിരമായിട്ട് കാണുന്നു, അത് വന്ന് കരിഞ്ഞു പോകുന്നില്ലെന്നർത്ഥം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഹെയർ ലോസ് സംഭവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കഷണ്ടി ഉള്ളവർക്ക് കാണുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്, ഹെയർ ഗ്രോത്ത് അല്പം പോലും ഇല്ലാത്ത അവസ്ഥ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ടായിട്ട് കാണുന്നുണ്ടോ. അതുപോലെ തന്നെ ഇത് പുരികങ്ങളെ ബാധിക്കുന്നു, നഖത്തെ ബാധിക്കുന്നു, മറ്റ് സന്ധികളിലൊക്കെ ഇതുപോലുള്ള ഡ്രൈനെസ്സും സ്കിൻ ലീഷനും, ഇനി അതല്ലെങ്കിൽ ജോയിന്റ് പെയിനും ഇത്തരം ബുദ്ധിമുട്ടുകളും ഈ രോഗത്തോട് അനുബന്ധിച്ച് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അതല്ലെങ്കിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഇന്നൊരു സിസ്റ്റത്തിൽ മാത്രമേ ചികിത്സയുള്ളൂ, ഇന്നൊരു സിസ്റ്റം കൊണ്ട് മാത്രം ഇത് മാറ്റിയെടുക്കാന്ന് അവകാശപ്പെടരുത്. മോഡേൺ മെഡിസിൻസിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ ഇതിന് ചികിത്സകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇന്നത്തെ വീഡിയോയില് പ്രധാനമായിട്ടും ആയുർവേദത്തില് ഈ രോഗാവസ്ഥ എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്, ഇത് തടയുന്നതിനും പരക്കുന്നതൊക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെ ആയിട്ട് എന്തെന്ത് സംഗതികളാണ് നിങ്ങൾ ഭക്ഷണത്തിലും ജീവിത രീതികളിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ, ചികിത്സാ രീതികൾ, ഔഷധങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കാം. ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എപ്പോഴും സ്വാഗതമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിൽ വിളിക്കുന്ന ഈ പേര് സോറിയാസിസ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒരിക്കലും പറഞ്ഞു വെച്ചിട്ടില്ല. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത്തരം രോഗാവസ്ഥകളെ മൊത്തത്തില് കുഷ്ഠം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ചരകസംഹിതയിലും അഷ്ടാംഗഹൃദയത്തിലും ഒക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് വ്യത്യസ്ത ലക്ഷണങ്ങളോടുകൂടെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ വ്യത്യസ്ത സ്റ്റേജസില് പലതരത്തിലുള്ള ലക്ഷണങ്ങളോടും പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ട് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളായിട്ടുള്ള സുശ്രുത സംഹിതയിലും ചരകസംഹിതയിലും അഷ്ടാംഗഹൃദയത്തിലും ഒക്കെ തന്നെ എന്തെന്ത് കാരണം കൊണ്ടാണ് ഇത്തരം രോഗാവസ്ഥകൾ സംജാതമാകുന്നത്, ആരംഭഘട്ടത്തിൽ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ, രോഗതീവ്രത കൂടുന്നതിനനുസരിച്ച് ഓരോരോ ഘട്ടത്തിലും വരുന്നതായ മാറ്റങ്ങൾ, നിങ്ങൾ ജീവിത രീതികളിലും ഭക്ഷണ രീതികളിലും വരുത്തേണ്ടതായ മാറ്റങ്ങൾ, നിത്യജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ സംഗതികൾ, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ,
കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, എന്തെന്ത് ഔഷധങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് ചികിത്സിക്കുന്നത്, ഏത് അവസ്ഥയിലാണ് പഞ്ചകർമ്മ ചികിത്സ ആവശ്യമായിട്ട് വരുന്നത്, ഇത്തരം സംഗതികളെല്ലാം തന്നെ ഈ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ചർമ്മരോഗങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ സംസ്കൃത പദങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളത് വളരെ ഫെമിലിയർ അല്ലാത്തത്. ഈ അവസരത്തിൽ മറ്റൊരു സംഗതി കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത്തരം ലക്ഷണമുള്ള രോഗാവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ആയുർവേദം കൊണ്ട് മാത്രം ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കുന്ന രോഗാവസ്ഥയാണ്, ആയുർവേദത്തിൽ മാത്രമേ ഇതിന് ചികിത്സയുള്ളൂ. ഇത്തരം തെറ്റിദ്ധാരണകളൊന്നും വെച്ച് പുലർത്തരുത്. എല്ലാ ശാസ്ത്ര ശാഖകളിലും അതിന്റേതായ ചികിത്സാ രീതികളും ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച് ഈ രോഗാവസ്ഥയിൽ മാത്രമല്ല എന്ത് രോഗാവസ്ഥ ചികിത്സിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായ ചില സംഗതികൾ, നിങ്ങളുടെ ദോഷാവസ്ഥ, ദോഷസ്ഥിതി, രോഗസ്ഥിതി, രോഗിയുടെ ബലം, രോഗതീവ്രത, രോഗത്തിന്റെ പഴക്കം, ഓരോരോ ഘട്ടത്തിലും ശരീരം കാണിച്ചു തരുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ, നിങ്ങൾക്ക് അഗ്നിവാദ്യമുണ്ടോ, ദഹനശക്തി ഉണ്ടോ, ഓരോരോ കാലാവസ്ഥയിലും നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, ഏത് സമയത്ത്, ഉദാഹരണത്തിന് രാവിലെ സമയത്താണോ വൈകുന്നേരങ്ങളിലാണോ ഈ രോഗാവസ്ഥ കൂടുതലാവുന്നത്, വെയിലേറ്റ് വിയർക്കുമ്പോ രോഗലക്ഷണങ്ങളിൽ എന്തെന്ത് മാറ്റങ്ങളാണ് വരുന്നത്, ഇതെല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് വേണം ആയുർവേദ ചികിത്സ നിശ്ചയിക്കാനായിട്ട്. കാരണം ഇവിടെയൊക്കെ തന്നെ പ്രധാനമായിട്ടും ഇതിന്റെ മൂലകാരണം, റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നു, എന്തെന്ത് ദോഷാവസ്ഥകളാണ് വർദ്ധിച്ചിരിക്കുന്നത്, ദുഷിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് ഒരു രോഗിക്ക് നിശ്ചയിക്കുന്ന മരുന്നുകൾ മറ്റൊരാൾക്ക് ആ രോഗത്തെ ചികിത്സിക്കാനായിട്ട് സാധ്യമായി കൊള്ളുന്നില്ല. കാരണം ഓരോരുത്തരുടെയും വ്യത്യസ്ത ദേഹപ്രകൃതിയായിരിക്കും. ദോഷകോപാവസ്ഥയും രോഗതീവ്രതയും രോഗത്തിന്റെ ഘടനയും പാരമ്പര്യ ഘടകങ്ങളും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ പോലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ചികിത്സാ രീതിയും ഓരോ വ്യക്തികളിലും പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യസ്തമായിരിക്കും എന്ന് ചുരുക്കം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രോഗാവസ്ഥ മാത്രമല്ല എന്ത് രോഗാവസ്ഥ ചികിത്സിക്കാനും പൊതുവായിട്ടുള്ള ഒരു ഔഷധം, ഇന്നൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന രോഗാവസ്ഥ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മാറുമെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കാത്തത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരാം. ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പലരും ഭയപ്പെടുന്നത് സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്കാൽപ്പ് സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ ഇനി തലയോട്ടിലുള്ള മുടി മുഴുവൻ കൊഴിഞ്ഞു പോകുമോ, സ്ഥിരമായിട്ട് കഷണ്ടി ബാധിക്കുമോ, ഇത് നിങ്ങൾ പലരും ഭയപ്പെടാറുള്ള ഒരു സംഗതിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്ഥിരമായിട്ടുള്ള കഷണ്ടി ബാധിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ സോറിയാസിസ് രോഗികൾക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. തലയോട്ടിയില് സോറിയാസിസ് ബാധിക്കുമ്പോൾ ആ മുടിവേരുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അതായത് തലയോട്ടിലുള്ള ചർമ്മത്തിൽ ഉണ്ടാവുന്ന ആ നീർക്കെട്ട്, അതുവഴി കലശലായിട്ട് തീവ്രമായിട്ടുണ്ടാവുന്ന ചൊറിച്ചില്, പിന്നീട് നിങ്ങൾ ചൊറിഞ്ഞു പൊട്ടിച്ച് ആ ഫ്ലേക്സ്, ആ ഹെയർ റൂട്ട് അടക്കമുള്ള സ്കിന്ന് പൊളിച്ചു കളയുന്നു. ഇതുകൊണ്ട് മാത്രമാണ് കഷണ്ടി വരാനുള്ള സാധ്യത. പക്ഷേ നിങ്ങൾ നഖം കൊണ്ട് ചൊറിഞ്ഞ തൊലി പൊളിച്ചു കളയുമ്പോൾ അതിന്റെ കൂടെ ആ ഹെയർ റൂട്ടും കൂടെ പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെയർ ഫോൾ നിയന്ത്രിക്കുന്നതിനും ഇനി അഥവാ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടി ഉണ്ടെങ്കിൽ അത് വീണ്ടും വരുന്നതിനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ നിങ്ങൾ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് സ്വയം ചികിത്സ ചെയ്യുമ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിലാണെന്ന് ധരിച്ച് മുടി കൊഴിച്ചിലിന് മാത്രമായിട്ട് ചികിത്സിക്കുകയല്ല വേണ്ടത്. ആ തലയോട്ടിയിലുണ്ടാവുന്ന നീർക്കെട്ട് കളയാനായിട്ട് വേണ്ടതായ ചികിത്സാ രീതികളും ഭക്ഷണ രീതികളും സ്വീകരിക്കണം ഏറ്റവും ആദ്യം. എന്നിട്ട് ആ ചർമ്മത്തില്, തലയോട്ടിയിലെ ചർമ്മത്തിൽ ബാധിച്ചിട്ടുള്ള ആ ചർമ്മ രോഗത്തെ നിയന്ത്രിക്കണം. ഒപ്പം തന്നെ ഹെയർ റൂട്ടിനെ ശക്തിപ്പെടുത്തുന്നതിനും മുടിവേരുകൾക്ക് ബലം നൽകി മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സഹായകരമായ രീതിയിലുള്ള ഔഷധങ്ങളും തൈലങ്ങളും ജീവിത രീതികളും ഭക്ഷണങ്ങളും ഒക്കെ ശീലിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം രോഗാവസ്ഥ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. തലയോട്ടിയിൽ ചൊറിഞ്ഞ് തൊലി പൊളിച്ച് കളയുന്നത് നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ നിർത്താനും ഒഴിഞ്ഞു പോയിട്ടുള്ള മുടി തിരിച്ചു വരുന്നതിനുള്ള സാധ്യതയുള്ളൂ. ഏറ്റവും ആദ്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ തലയോട്ടിയിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വയമേവ ചെയ്തു നോക്കാം. അതിനായിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം മതി. അതായത് ഈ തലയോട്ടിയിൽ കലശലായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, ഡ്രൈനെസ് കൊണ്ടും നീർക്കെട്ട് കൊണ്ടുമാണ്. ഈ അവസ്ഥയിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചെറുതായിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓലിയേഷൻ നടക്കുന്നു, അല്പം സ്നിഗ്ധത ലഭിക്കുന്നു. അതുവഴി ആ രൂക്ഷത നിയന്ത്രിക്കുന്നതിനും വർദ്ധിച്ചിരിക്കുന്ന വാതദോഷം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനും ചർമ്മത്തിൽ ആ സോഫ്റ്റ്നെസ് നിലനിർത്തുന്നതിനും ഡ്രൈനെസ് ഒഴിവാക്കുന്നതിനും ചൊറിച്ചിലൊക്കെ നിയന്ത്രിക്കുന്നതിനും മുടിവേരുകൾക്ക് ശക്തി പകരുന്നതിനും സഹായകരമാണ് ചെറിയ തോതിൽ ഈ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ എഫക്ട്സ് ഒക്കെ ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പൊ ഈ രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നല്ല കടലമാവോ ചെറുപയർ പൊടി ഉപയോഗിച്ച് തല കഴുകുന്നത് ശീലമാക്കാം. ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ മതിയാകും. രോഗതീവ്രത കൂടുതലാണ്, രോഗത്തിന് പഴക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദത്തിൽ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത തരം തൈല യോഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെളിച്ചെണ്ണ പുരട്ടുമ്പോഴും ഇനി അതല്ല മറ്റെന്ത് ശിരോലേപനത്തിനായിട്ട് നിശ്ചയിക്കുന്ന തലക്കെണ്ണ നിശ്ചയിക്കുമ്പോഴേ അത് മാക്സിമം 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും തലയോട്ടിയിൽ ഇടാനായിട്ട് പാടില്ല. നിങ്ങൾ പലരും കൂടുതൽ ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്തിയാകുമ്പോൾ എണ്ണ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്ന് മുതൽ ആ പരിപാടി നിർത്തണം. കാരണം ഇത് ആ തലയോട്ടിയിലുള്ള ചർമ്മത്തിലെ നീർക്കെട്ട് വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും. അതുകൊണ്ട് നിങ്ങളുടെ രോഗതീവ്രത കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാല് മാക്സിമം അരമണിക്കൂർ കഴിഞ്ഞാല് തല കഴുകിക്കളയേണ്ടതാണ്. അതിനായിട്ടുള്ള നാച്ചുറൽ ഷാമ്പു ആണ് ഈ കടലമാവും ചെറുപയർ പൊടിയൊക്കെ. അതല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള താളിപ്പൊടികൾ ശീലിക്കാം. സ്ട്രോങ് സിന്തറ്റിക് ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുകൊണ്ട് മാത്രം ഈ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആരംഭഘട്ടത്തിലൊക്കെ ആ ഇറിറ്റേഷൻ നിയന്ത്രിക്കുന്നതിനായിട്ട് ഈ രീതിയിൽ ചെയ്തു പോരാവുന്നതാണ്, അത്രമാത്രം. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് സ്വയമേവ വീട്ടിൽ ശീലിക്കാവുന്ന മറ്റൊരു സംഗതിയാണ് അലോവേര ജെല്ല്. കറ്റാർവാഴപ്പോളക്കകത്തുള്ള ജെല്ലി സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടേ അത് തലയോട്ടിയിൽ ചെറുതായിട്ട് പുരട്ടി മസാജ് ചെയ്യുന്നത് സഹായകരമാണ്. പക്ഷെ ഇത് എല്ലാവർക്കും
അനുയോജ്യമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ശീലിക്കേണ്ടതാണ്. കറ്റാർവാഴ ജെല്ലി നാച്ചുറലായിട്ട് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത് പൊതുവെ സേഫാണ്. ചർമ്മരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഉള്ളിലേക്ക് പോലും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചിലർക്ക് അലർജി മൂലമൊക്കെ ആ തൊലി പൊളിഞ്ഞിരിക്കുന്ന ചർമ്മത്തിൽ ഇത് പുരട്ടുമ്പോൾ ഇറിറ്റേഷനൊക്കെ കൂടുന്നു, ചൊറിച്ചിൽ കൂടുന്നു, ചുവപ്പ് നിറം കൂടുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് തുടർന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ പണ്ട് കാലങ്ങളിൽ ഇത്തരം രോഗാവസ്ഥ ചികിത്സിക്കുമ്പോൾ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ആര്യവേപ്പില അരച്ച് പുരട്ടി ഒരു ലേപനം പോലെ ചെയ്യാറുണ്ട്. അതുപോലെ ആര്യവേപ്പിന്റെ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് തല കഴുകുന്നതിനൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഇത് എല്ലാ കണ്ടീഷൻസിലും എല്ലാവർക്കും അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു രോഗിക്ക് പറ്റിയത് മറ്റൊരാൾക്ക് അനുയോജ്യമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ കേരളത്തിൽ വൈദ്യന്മാർ ചെയ്തു വന്നിരുന്നു നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നു. ഇനി ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് ആയുർവേദിക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാ രോഗാവസ്ഥയിലും പോലെ തന്നെ ഇവിടെയും ആയുർവേദ ഔഷധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ രോഗിയുടെ ബലം, രോഗത്തിന്റെ തീവ്രത, രോഗത്തിന്റെ പഴക്കം, അപ്പാപ്പ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ, നിങ്ങളുടെ അഗ്നിബലം, ദഹനശക്തി, ദോഷസ്ഥിതി, ജന്മനായുള്ള ദേഹപ്രകൃതി, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം. ഒപ്പം തന്നെ കാലാവസ്ഥയും നിങ്ങളുടെ ഭക്ഷണരീതികളും ജീവിത സാഹചര്യങ്ങൾ, ജോലി സാഹചര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഔഷധം എല്ലാവർക്കും അനുയോജ്യമായിക്കൊള്ളുന്നില്ല. ഓരോരുത്തർക്കും അവസ്ഥാനുസരണം വ്യത്യസ്ത ഔഷധങ്ങൾ വേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിന്റെ ഡോസേജ്, എന്തെന്ത് ഔഷധങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നു, ഇതൊക്കെ തന്നെ വ്യത്യസ്തമാണ്. പൊതുവെ ഉപയോഗിക്കാറുള്ള ഔഷധ ദ്രവ്യങ്ങളിൽ ഖദിരം, കരിങ്ങാലി ചേർത്ത് തയ്യാറാക്കുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഖദിരാരിഷ്ടമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ചില അവസ്ഥകളിൽ അതും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തിക്തകൃതം, തിക്തകം കഷായം, മഹാതിക്തകം കഷായം, ഇതൊക്കെ അവസ്ഥാനുസരണ രോഗിയുടെയും രോഗത്തിന്റെ ലക്ഷണങ്ങളും രോഗതീവ്രതയും ദോഷകോപത്തിനൊക്കെ അനുസരിച്ച് വ്യത്യസ്ത അവസ്ഥകളിൽ നിശ്ചയിച്ചു വരാറുണ്ട്. ഒരു കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒരു ഔഷധം എല്ലാതരം സോറിയാസിസിനും എല്ലാവർക്കും പറ്റുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ പഞ്ചതിക്തക ഘൃതം, ഗന്ധക രസായനം, ഇത്തരം ഔഷധങ്ങളൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിച്ചു വരാറുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗന്ധക രസായനമൊക്കെ ശരിയായ രീതിയിൽ ശുദ്ധി ചെയ്യാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയമേവ തയ്യാറാക്കി ഉപയോഗിക്കാൻ സാധ്യമല്ല ഇതൊക്കെ. ഇതുപോലെ നിങ്ങൾ പൊതുവായിട്ട് കുറെ പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇത്തരത്തിലുള്ള സോറിയാസിസ് ബാധിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പഞ്ചകർമ്മ ചികിത്സ ആവശ്യമാണോ, അനിവാര്യമാണോ, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ഇത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കാറുള്ളത് കൊണ്ടാണ്. അതായത് ഇത്തരം രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും എല്ലാ സോറിയാസിസും പൂർണ്ണമായിട്ട് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്ന ഒരു ധാരണയുണ്ട്. അത് ശരിയല്ല. എല്ലാവർക്കും പഞ്ചകർമ്മം ആവശ്യമില്ല. ചില അവസ്ഥകളിൽ ചോദന ചികിത്സ അനിവാര്യമാണ്. അത്തരം അവസ്ഥകളിൽ പഞ്ചകർമ്മ ചികിത്സ വേണ്ടതായിട്ട് വരും. അത്തരം അവസ്ഥയിൽ പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് അഭ്യംഗം, വമനം, വിരേചനം, വസ്തി ചികിത്സകള്, ധാരകള്, ഇതൊക്കെ അനുയോജ്യമായവ അവസ്ഥാനുസരണം തിരഞ്ഞെടുക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നു എന്ന് മാത്രം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സ്വയമേവ ചികിത്സിക്കാനായിട്ട് മുതിരരുത്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സോറിയാസിസിന് ഒരു ഡയറ്റ് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇവിടെയും പൊതുവായിട്ടൊരു ഡയറ്റ് അനുയോജ്യമല്ല. പക്ഷെ എന്നിരുന്നാലും സോറിയാസിസ് രോഗികൾക്ക് പൊതുവെ നിർദ്ദേശിക്കാറുള്ള ചില ഭക്ഷണ രീതികൾ ഇവിടെ പറയാം. നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. രോഗതീവ്രത കൂടുമ്പോൾ നിങ്ങളുടെ മനപ്രയാസം കൊണ്ട് നിങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടി തേടി അലയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഏതെങ്കിലും ഒരു ഭക്ഷണ രീതി ശീലിച്ചാൽ മാത്രം മാറിപ്പോകുന്ന ഒരു രോഗാവസ്ഥയാണ് സോറിയാസിസ് എന്ന് തെറ്റിദ്ധരിക്കരുത്. രക്തശുദ്ധി വരുത്തുന്നതിനും വർദ്ധിച്ചിരിക്കുന്ന ദോഷങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമായത് തലയോട്ടിയിലുണ്ടാവുന്ന നീർക്കെട്ടിനെ നിയന്ത്രിക്കുന്നതിന് ചർമ്മത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് നിങ്ങൾ ശീലിച്ചു പോരേണ്ടത്. ഒരു 50% നിർബന്ധമായിട്ടും ഇലക്കറികൾ, പച്ചക്കറികൾ ശീലിക്കേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും പലതരത്തിലുള്ള പച്ചക്കറികൾ, ചീരയില, കുമ്പളങ്ങ, ഇളവൻ, വെള്ളരിക്ക, മത്തങ്ങ, കുക്കുംബർ, ക്യാരറ്റ്, പച്ചച്ചീര, ചുക്കുറുമാണി ചീര, പലതരത്തിലുള്ള ഇലക്കറികൾ, അതുപോലെ തന്നെ ഒരു 25% പയർവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് സോയാബീനോ, ചെറുപയറോ, മുതിരയോ ഒക്കെ തിരഞ്ഞെടുക്കാം. നോൺ വെജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല. ഒരു ഘട്ടത്തില് രോഗതീവ്രത കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഫ്രഷ് വാട്ടർ ഫിഷ്, ശുദ്ധജല മത്സ്യങ്ങൾ കറി വെച്ച് അധികം ഉപ്പും എരിവും പുളി എണ്ണയൊന്നും ചേർക്കാതെ മിതമായ തോതിൽ കഴിക്കാവുന്നതാണ്. അവിടെയും കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം കടലിലെ സംഗതികളെല്ലാം തന്നെ ശരീരത്തിലെ ഉൾപ്പുഴുക്കം, വിദാഹം വർദ്ധിപ്പിക്കുന്നതാണ്. അത് ഈ രോഗാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന്, നീർക്കെട്ട് വർദ്ധിപ്പിക്കുന്നതിന്, ചർമ്മരോഗങ്ങൾ പരക്കുന്നതിനൊക്കെ ഇടയാക്കും. അതുപോലെ ഒരു 25% ധാന്യങ്ങളും ചേർക്കാവുന്നതാണ്. സ്റ്റീൽ കട്ട് ഓട്സ്, അരി, ഗോതമ്പ്, ഇതൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ മില്ലറ്റ്സും, യവം, അരോറൂട്ട് പൗഡർ, പൂവപ്പൊടി, റാഗിപ്പൊടി ഇതൊക്കെ തന്നെ ഭക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കാതെ ഫ്രൂട്ട് മുഴുവനായിട്ട് നന്നായിട്ട് സമയമെടുത്ത് ചവച്ചരച്ച് ഉമിനീരുമായി കലർത്തി കഴിക്കുന്നതാണ് നല്ലത്. മധുരം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തോതിൽ, നേരിയ തോതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പറയുന്ന സംഗതികൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇനി പറയുന്ന എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. കടൽ മത്സ്യങ്ങൾ, ശരീരത്തിൽ ചൂട് കൂട്ടുന്ന, ഉൾപ്പൊഴുക്കം ഉണ്ടാക്കുന്ന മാംസവർഗം, അതായത് കോഴിയും ബീഫും ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. റെഡ് മീറ്റ് ഒഴിവാക്കാവുന്നതാണ്. കോഴിമുട്ട ഒഴിവാക്കേണ്ടതാണ്. തൈര് ഒഴിവാക്കേണ്ടതാണ്. അച്ചാർ ഒഴിവാക്കേണ്ടതാണ്. എണ്ണപ്പലഹാരങ്ങൾ, എണ്ണക്കടികൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, മധുര ശീതള പാനീയങ്ങൾ, അതുപോലെ തന്നെ പഴകിയ ഭക്ഷ്യ സാധനങ്ങൾ ഒഴിവാക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നു, വീണ്ടും ഓവനിൽ വെച്ച് ചൂടാക്കുന്നു, വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നു. ഈ രീതിയിൽ പഴകിയ ആഹാരങ്ങൾ
ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത്തരം രോഗാവസ്ഥയിൽ രക്തദൂഷ്യം കൂടെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള അഴുകിയ ഭക്ഷണങ്ങൾ ആവർത്തിച്ച് ചൂടാക്കിയും തണുപ്പിച്ച് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ ഇൻഫെക്ഷൻ, അമാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും രക്തദൂഷ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തെ ദൂഷിപ്പിക്കുന്ന ഹാൻഡ് ചൂയിങ്, ആൽക്കഹോള്, മദ്യപാനവും പുകവലിയും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഭക്ഷണ രീതികൾ മുഴുവൻ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളതല്ല. ഈ രോഗാവസ്ഥ കുറയുന്നതിനും നിയന്ത്രിക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയാണ്. ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗ തീവ്രത വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഗതികൾ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നിങ്ങളുടെ രോഗസ്ഥിതിയും ദോഷസ്ഥിതിയും അനുസരിച്ച് എന്തെന്ത് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വയമേവ അത്തരം സംഗതികൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതുവരെ പറഞ്ഞ രീതിയിൽ ഔഷധങ്ങളും ആഹാര രീതികളും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ജീവിത രീതികൾ. നിങ്ങളുടെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ആകുല ചിന്തകളും വേവലാതികളും ഒക്കെ തന്നെ മാറ്റിവെക്കേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്. അത് ഈ രോഗതീവ്രത കൂട്ടുന്നതിന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ലളിതമായ ഒരു ജീവിത രീതി നയിക്കേണ്ടതാണ്. യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ തീർച്ചയായിട്ടും ഫലപ്രദമായിരിക്കും. കാലാവസ്ഥയിൽ വരുന്ന ചെറിയൊരു വ്യതിയാനം, നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വരുന്ന ചെറിയൊരു വ്യതിയാനം, ഉറക്കക്കുറവ്, ദേഷ്യം, സങ്കടം ഇതൊക്കെ തന്നെ ഈ രോഗ തീവ്രതയെ ബാധിക്കുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പകൽ ഉറങ്ങാതിരിക്കണം. ഇതും ഇത്തരം രോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഹെയർ കെയറിങ്. അതായത് നിങ്ങൾ ഒരുപാട് പേര് മുടിയുടെ കാര്യത്തിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇത്തരം രോഗികൾ. നിങ്ങൾ ഇനി പറയുന്ന സംഗതികൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും തലയോട്ടിയിൽ ചൊറിയുന്നതും വലിയ ചീപ്പ് കോമ്പ് ഉപയോഗിച്ച് മുടി അമർത്തി ചീകുന്നത്, തലയിൽ ചൊറിയുന്നത്, നഖങ്ങൾ ഉപയോഗിച്ച് ഫ്ലേക്സ് പൊളിച്ചെടുക്കുന്നത് ഇതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഹെയർ കളറിംഗ് ഒഴിവാക്കാവുന്നതാണ്. സ്ട്രോങ് കെമിക്കലി ട്രീറ്റഡ് ഷാമ്പും സോപ്പും ഒക്കെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഹെയർ ക്രീമുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു സിന്തറ്റിക് കെമിക്കൽ സംഗതികളും തലയോട്ടിയിൽ അനുയോജ്യമല്ല. അത് ഒഴിവാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അനുയോജ്യം. നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഷാമ്പുകളോ ആളിപ്പൊടികളോ ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ തല കഴുകുന്നതിനായിട്ട് ഉപയോഗിക്കാം. തലയോട്ടിയിലെ ചർമ്മത്തിൽ നീർക്കെട്ടുണ്ടാകുക വഴിയാണ് നിങ്ങൾക്ക് ഈ ചൊറിച്ചിലും ലക്ഷണങ്ങളും വർദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹെയർ കളറിംഗ് ഒക്കെ തീർച്ചയായിട്ടും അനുയോജ്യമല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ ഇത് വെറും താരനാണെന്ന് ധരിച്ച് സ്വയം ചികിത്സ പാടില്ല, ഒഴിവാക്കേണ്ടതാണ്. തലയോട്ടിയിൽ ചൊറിയാതിരിക്കുക, തൊലി പൊളിച്ചു കളയാതിരിക്കുക, നഖം ഉപയോഗിച്ച് ചർമ്മം ഇളക്കാതിരിക്കുക. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കാണുമ്പോൾ മുടി വളരുന്നതിനുള്ള ചികിത്സകൾ മാത്രം സ്വീകരിക്കാതെ തലയോട്ടിയിലെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെ കളയേണ്ട കാര്യം കൂടെ പരിഗണിക്കേണ്ടതാണ്. ആയുർവേദത്തിൽ പറയുന്ന മെഡിസിൻസ്, പൊതുവെ ഇന്റേണൽ മെഡിസിൻസ്, ഉള്ളിലേക്ക് കഴിക്കുന്ന ഔഷധങ്ങൾ ഓരോരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇത്തരം രോഗലക്ഷണങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷണരീതികൾ, ജീവിത രീതികൾ, തലയോട്ടിയിലെ ചർമ്മത്തിന് വേണ്ടതായ ചികിത്സകൾ, മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടതായ ചികിത്സകൾ, രക്തശുദ്ധി വരുത്തുന്നതിന്, ദോഷസ്ഥിതി ബാലൻസ് ചെയ്യുന്നതിന് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആയുർവേദ രീതിയിൽ ഇത്തരത്തിലാണ് ചികിത്സിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് വളരെ കാലം തുടർന്ന് നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. 7 ദിവസം കൊണ്ടോ 14 ദിവസം കൊണ്ടോ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുകയോ പുറമെ എന്തെങ്കിലും തൈലങ്ങളോ ക്രീമുകളോ പുരട്ടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിക്കളയാവുന്ന ഒരു രോഗാവസ്ഥയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കുറച്ചായിട്ട് വളരെ കാലം സ്ഥിരമായിട്ട് ഭക്ഷണരീതികളും ജീവിത രീതികളും മാറ്റം വരുത്തണം. അനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ചികിത്സകൾ, ഔഷധങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരൊറ്റ മരുന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ രീതി കൊണ്ട് മാത്രം ഈ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത്തരം രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.